എന്നും ഒരാളെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അമലുകൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ആദ്യമായിട്ട് ഉലൂമുൻ ബസ്സഹാ വദുആഉ നജ്ലി വഗർസുൻ നഖ്ലി വസ്സദഖാതു തജ്രി ഇദാ മാത ഇബ്നു ആദമ ലൈസ യജ്രി അലൈഹി മിൻ ഖിസാലിൻ ഗൈറു അശ്രി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 10 കാര്യങ്ങളല്ലാതെ എല്ലാ കാര്യങ്ങളും നിലച്ചു പോകും. 10 അവന്റെ ഹദറത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതിലാദ്യം എണ്ണി പറഞ്ഞത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സുഖമാണ്. ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ ശിഷ്യന്മാരിലൂടെ, അവരെ ശിഷ്യന്മാരിലൂടെ, തലമുറകളിലൂടെ അതങ്ങനെ ലോകത്ത് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു. പൂർവോപരി കാലത്തിന്റെ ഗമനത്തിനനുസരിച്ച് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോന്നിന്റെയും ഭാവങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിലും കുറവില്ലാത്ത വിധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഉസ്താദിൽ നിന്ന് 10 മുതല്ലിമുകൾ പഠിച്ചിറങ്ങി. ആ 10 ശിഷ്യന്മാരിൽ നിന്ന് വീണ്ടും 100 ആളുകൾ വന്നാൽ, 100 ആളുകളിൽ നിന്ന് പിന്നെയും 1000 ആളുകൾ വന്നാൽ, അങ്ങനെ വികസിപ്പിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പർവ്വതീകരിക്കപ്പെടുമ്പോൾ ഈ ഉസ്താദ് തിരികൊളുത്തിയ വിജ്ഞാനം, ഉലൂമുൻ ബസ്സഹാ, വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സദാസമയത്തും. ശതമാനം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ഉപ്പമാരോടും ഉമ്മമാരോടും ഒക്കെ ഗുരുക്കന്മാരാകണമെന്ന് പറഞ്ഞത്. ഇസ്ലാം പറയുന്നു, ബാപ്പ ഗുരുവാകണം, ഉമ്മയും ഗുരുവാകണം, മക്കൾക്ക് ഗുരുനാഥന്മാരായി വർത്തിക്കണം. എഴുത്തും വായനയും അവര് വീട്ടിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് നോക്കി നിൽക്കണം. അവരോതുന്ന ഓത്ത് നല്ലോണം കേൾക്കണം. അവര് വായിക്കുന്ന ഗ്രന്ഥങ്ങൾ നല്ലോണം ശ്രവിക്കണം. തെറ്റുകൾ തിരുത്തി കൊടുക്കണം. നിസ്കാരാദി കർമ്മങ്ങൾ വീക്ഷിക്കണം. എന്നിട്ട് നമുക്കും ഗുരുത്വത്തിന്റെ വലിയ ഒരു മോഡൽ അവിടെ ലഭിക്കണം. നാമും തിരുത്തിക്കൊടുത്ത നന്മകൾ ഉണ്ടാകണം. കുട്ടികൾ ഖുർആനോതുമ്പോ പഴയ കാലത്തെ വല്യമ്മമാര് അവരെ മുന്നിൽ വെച്ച് മാല ചൊല്ലുമ്പോ തെറ്റോതിയാൽ അവര് തിരുത്തിത്തരും. മൗലിദ് ഓതുമ്പോ തെറ്റോതിയാൽ തിരുത്തിത്തരും. ഖുർആൻ ഓതുമ്പോ തെറ്റ് വന്നാൽ മോനെ അങ്ങനെയല്ല ഇങ്ങനെ ഓതെന്ന് പറഞ്ഞ് തിരുത്തിത്തരും. ആ ഉമ്മാമ ഉസ്താദത്താണ്, ഉപ്പാപ്പയും ഉസ്താദാണ്. അവര് പഠിച്ച ഇൽമിന്റെ ആഴത്തിലാണ് ആ തിരുത്തിത്തരുന്നത്. ഗുരുനാഥന്മാരായി വർത്തിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്ന കേന്ദ്രത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉലൂമുൻ ബസ്സഹാ, വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ.